ജി സുധാകരനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി. ആസ്തി വിവരങ്ങൾ തെറ്റായി രേഖപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാട്ടി ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് എസ് സുരേഷ് കുമാറാണ് പരാതി നൽകിയത്. നോമിനേഷൻ നൽകുന്നതിന് ഒരാഴ്ച മുൻപ് അക്കൗണ്ടിലെ പണം മകന്റെയും ഭാര്യയുടെയും അക്കൗണ്ടിലേക്ക് മാറ്റിയെന്ന് പരാതിയിൽ പറയുന്നു. വിവരങ്ങളുമായി അമൽ സുരേന്ദ്രനാണ് ചേരുന്നത്. അമൽ, ഇനി തിരഞ്ഞെടുപ്പിന് ജനങ്ങൾ വിധിയെഴുതാൻ ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ആ സമയത്താണ് ജി സുധാകരനെതിരെ പരാതി തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപിൽ എത്തിയിരിക്കുന്നത്. പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ കഴമ്പുണ്ടോ? അഞ്ജലി, അമ്പലപ്പുഴ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അത് രാഷ്ട്രീയ പോരാട്ടം എന്നതിനപ്പുറമായിട്ട് നിയമ പോരാട്ടത്തിലേക്ക് കൂടി ഈ ഒരു തെരഞ്ഞെടുപ്പിനെ മാറ്റിക്കൊണ്ടുപോകാനുള്ള ശ്രമമാണ് UDF പിന്തുണയോടെ മത്സരിക്കുന്ന ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് അവകാശപ്പെടുന്ന ജി സുധാകരനും അതോടൊപ്പം തന്നെ LDF ക്യാമ്പും നടത്തുന്നത്. രാവിലെയാണ് ജി സുധാകരന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ CPIM-ന്റെയും SDPയുടെയും ഭാഗത്തു നിന്ന് തനിക്കെതിരെ ഭീഷണിയുണ്ടെന്നും കൂടുതൽ സുരക്ഷ വേണമെന്നും അടക്കമുള്ള തെരഞ്ഞെടുപ്പിന് കൂടുതൽ സുരക്ഷ വേണമെന്നും അടക്കമുള്ള രീതിയിൽ ഒരു പരാതി ഉണ്ടാകുന്നത്. ഹൈക്കോടതി സമീപിച്ചിരുന്നു, അതോടൊപ്പം തന്നെ പോലീസിനെ സമീപിച്ചിരുന്നു. ഇപ്പോഴിതാ വൈകിട്ട് ജി സുധാകരനെതിരെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇപ്പോൾ ഈ LDF ക്യാമ്പിന്റെ ഭാഗത്തു നിന്ന് ഒരു പരാതി ഉണ്ടായിരിക്കുന്നത്. ഇത് അദ്ദേഹത്തിന്റെ ആസ്തി വിവരങ്ങൾ തെറ്റായി രേഖപ്പെടുത്തിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്ന നിലയിലുള്ള ഒരു പരാതിയാണ്. കൃത്യമായ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടക്കമുള്ള രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള എസ് സുരേഷ് കുമാറാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ കൈവശം പണമില്ല എന്ന സത്യവാങ്മൂലത്തിൽ പറഞ്ഞത്, അതായത് സുധാകരൻ പറഞ്ഞത്, അത് അവാസ്തവമാണ് എന്ന രീതിയിലാണ് ഈ പരാതി പോകുന്നത്. നോമിനേഷന് ഒരാഴ്ച മുൻപ് സുധാകരന്റെയും ഭാര്യയുടെയും അക്കൗണ്ടിലെ പണം മകന്റെ ഭാര്യയുടെയും അക്കൗണ്ടിലേക്ക് മാറ്റിയെന്നാണ് ഈ ഒരു പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പിൽ നിന്ന് അയോഗ്യത ഉണ്ടാക്കുവാനോ നിയമപരമായിട്ടുള്ള പ്രശ്നമാണോ എന്ന കാര്യത്തിലൊക്കെ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. നിലവിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമ്മൾ നിയമവൃത്തങ്ങളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പിൽ സത്യവാങ്മൂലം നൽകുന്ന സമയത്ത് ജി സുധാകരന്റെ കയ്യിൽ എത്ര രൂപയുണ്ട് എന്നത് മാത്രമാണ് പരിഗണിക്കുക. അതിന് മുൻപത്തെ ഇദ്ദേഹത്തിന്റെ ബാങ്കിൽ ഉണ്ടായിരുന്ന പണം മറ്റാരെങ്കിലും പേർക്ക് മാറ്റിയോ എന്ന കാര്യമൊന്നും തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷെ അങ്ങനെയാണ് എങ്കിൽ തന്നെയും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പോരാട്ടം, വാശിയേറിയ പോരാട്ടം തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരലുകൾക്ക് പുറമെ പരാതി നൽകുന്ന, നിയമപരമായി പരസ്പരം നേരിടുന്ന ഒരു അവസ്ഥയിലേക്കാണ് അമ്പലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് ചിത്രം പോകുന്നത്. അഞ്ജലി, അമൽ, ഈ പരാതിയിൽ സുധാകരന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നിലവിൽ ഇതുവരെയും പ്രതികരണം ഉണ്ടായിട്ടില്ല. ഏതായാലും സുധാകരനെ സംബന്ധിച്ച് ഇന്നലെ അടക്കം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായിട്ടുള്ള ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. CS സുജാതയുമായി സംബന്ധിച്ച്, അല്ലെങ്കിൽ ജി ഭുവനേശ്വരനെ സംബന്ധിച്ചിടത്തോളം, അതോടൊപ്പം തന്നെ കളർകോട് മഹാദേവ ക്ഷേത്രത്തിൽ മത്സ്യത്തിന്റെ ഗന്ധമുള്ള മണ്ണ് കൊണ്ടിട്ടു എന്നതടക്കമുള്ള ഗുരുതരമായ പരാമർശങ്ങൾ ഉണ്ടായതിനു ശേഷം പോലും നമ്മൾ അദ്ദേഹത്തോട് പ്രതികരണങ്ങൾ ചോദിച്ചെങ്കിലും തരാമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയെങ്കിലും പിന്നീട് ഇനി പ്രതികരിക്കാനില്ല എന്ന് പറയുകയായിരുന്നു. പക്ഷേ ഇന്ന് തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശത്തിന്റെ ദിനത്തിൽ ഇത്തരത്തിലുള്ള തനിക്കെതിരെയുള്ള ഭീഷണി, അല്ലെങ്കിൽ വോട്ടർമാരെ ഭീഷണിപ്പെടുത്തി ബൂത്തിലേക്ക് എത്തിക്കാതിരിക്കുവാനുള്ള ശ്രമങ്ങൾ പല ഭാഗത്തുനിന്നും ഉണ്ടായേക്കാം എന്ന തരത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല, വോട്ട് ചെയ്യണം എന്ന രീതിയിലുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു UDF പ്രവർത്തകർക്ക് സുധാകരൻ നൽകിയത്. ശരി അമൽ, വ്യക്തമാണ്.